നവരാത്രി കാലം ആദിപരാശക്തിയുടെ 9 ഭാവങ്ങളെ 9 ദിവസങ്ങളായി ആരാധിക്കുവാനുള്ള വേളയാണ്. ദേവി ഉപാസനയ്ക്കും ദേവി പ്രീതിക്കുമുള്ള ഉത്തമ മാർഗമാണ് നവരാത്രി വ്രതം. കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞു വരുന്ന വെളുത്തപക്ഷ പ്രഥമം മുതൽ നവമി വരെയുള്ള ദിവസങ്ങളാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഇത്തവണ 2025 സെപ്റ്റംബർ 22-ാം തീയതിയാണ് നവരാത്രി ആരംഭിക്കുന്നത്. പൊതുവെ നവരാത്രി കാലത്ത് ആദ്യം 3 ദിവസം പാർവതി ദേവിക്കും, അടുത്ത 3 ദിവസം ലക്ഷ്മി ദേവിക്കും, അവസാന 3 ദിവസം സരസ്വതി ദേവിക്കും പ്രാധാന്യം നൽകി വരുന്നു. ദുർഗാഷ്ടമി നാളിൽ ദുർഗയായും, മഹാനവമി ദിനത്തിൽ ലക്ഷ്മിയായും, വിജയദശമിയിൽ സരസ്വതിയായും ആരാധിക്കാറുണ്ട്. ചന്ദ്രദശ, ചൊവ്വാദശ, ശുക്രദശ എന്നീ ദശാകാലമുള്ളവർ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ്. വിദ്യാർത്ഥികൾ മാത്രമല്ല നവരാത്രി വ്രതം ആചരിക്കേണ്ടത്. ഏതു പ്രായത്തിലുള്ളവർക്കും മാതൃസ്വരൂപിയായ ദേവിയുടെ അനുഗ്രഹത്തിനായി 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. ഇനി 9 ദിവസം വ്രതം എടുക്കുവാൻ സാധിക്കാത്തവർക്ക് 7, 5, 3, 1 എന്നീ ക്രമത്തിലും വ്രതം എടുക്കാവുന്നതാണ്. ഇനി നവരാത്രി കാലങ്ങളിൽ വീട്ടിൽ 5 തിരിയിട്ട് ഭദ്രദീപം തെളിയിക്കുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. മാത്രമല്ല ഈ 9 ദിവസവും സൂര്യോദയത്തിന് മുൻപ് തന്നെ കുളിച്ച് നിലവിളക്ക് കൊളുത്തി ദേവീ സ്തുതികൾ ജപിക്കാവുന്നതാണ്. ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് അത്യുത്തമമാണ്. വ്രതം അനുഷ്ഠിക്കുന്നവർ മത്സ്യമാംസാദികൾ പൂർണ്ണമായും വർജിക്കേണ്ടതാണ്. ഇനി സാധിക്കുമെങ്കിൽ അരിഭക്ഷണം ഒരു നേരമാക്കി ചുരുക്കാവുന്നതാണ്. വ്രതം അനുഷ്ഠിക്കുന്നവർ ഭക്ഷണത്തിൽ മാത്രമല്ല വാക്കിനും പ്രവൃത്തിയിലും ശുദ്ധി ഉണ്ടാവണം. 9 ദിവസം അടുപ്പിച്ച് ദേവീ ക്ഷേത്രത്തിൽ കുളിച്ചു തൊഴുന്നതും ശ്രേഷ്ഠമാണ്. ഒന്നും ആവശ്യപ്പെടാതെ തന്നെ ഭക്തിയോടുകൂടി ഈ 9 ദിവസം വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ. ഉറപ്പായും ഒന്നും ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി ദേവി നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്.